ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചണീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു നാരങ്ങ തീയലായാലോ. അതിനായിട്ട് ഒരു പിടി നാരങ്ങ എനിക്ക് ഉള്ളൂ, അത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നാരങ്ങേനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നല്ല കാന്താരിമുളക് ഞെട്ട് കളഞ്ഞതും ഇട്ട് കൊടുക്കുക. പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. നാരങ്ങ തീയൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും നാരങ്ങയൊക്കെ വാങ്ങി ഉണ്ടാക്കി നോക്കണേ. നല്ല രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അന്നേരത്തിന് ഇനി അതിലേക്ക് അരപ്പിനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 3-4 അല്ലി വെളുത്തുള്ളി, 2-3 ചുവന്ന ഉള്ളി, പെരിഞ്ചീരകം, കറിവേപ്പില എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. 3-4 പച്ചമുളകും കൂടി അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് നമുക്കത് വറക്കാനായിട്ട് വയ്ക്കാം. അതിലേക്ക് ചേർക്കേണ്ട പൊടികളാണ് മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു നുള്ളും കൂടിയും മഞ്ഞൾ പൊടിയും കൂടി കേട്ടോ. നമുക്ക് നമ്മുടെ നാരങ്ങ വെന്തിട്ടുണ്ട്. അതിനിടയിൽ കൂടെ നമുക്കത് മാറ്റി വെച്ച് വേറൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. തേങ്ങ വറക്കാനായിട്ട് നോക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തു. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. മുളകും വെളുത്തുള്ളിയും ഉള്ളിയും പെരിഞ്ചീരകവും തേങ്ങയും എല്ലാം ചേർക്കാം. നന്നായി മൂത്ത് വരുന്നിടം വരെ വറുത്തെടുക്കാം കേട്ടോ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും എല്ലാം ചെയ്യണേ. തേങ്ങയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആ പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണ് കഷ്ടി മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ നാരങ്ങയിൽ ഇട്ടതുകൊണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. സ്റ്റൗ അപ്പോഴേക്ക് ഓഫാക്കി വെക്കാം കേട്ടോ. പൊടികൾ ഇതും കൂടി ഇട്ട് കഴിയുമ്പോൾ കരിഞ്ഞു പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഗ്യാസ് ഓഫാക്കി വെച്ചു. നമുക്കത് മിക്സർ ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുത്തിട്ട് വരാം. അരപ്പ് നമുക്ക് നമ്മുടെ നാരങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അത് നന്നായി തിളച്ച് വരട്ടെ. തിളച്ച് എണ്ണ തെളിഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കണു. നമുക്കതിലേക്ക് ഇനി 4 വറ്റൽമുളകും 2 കടുക് മണിയും ഇട്ട് പൊട്ടിച്ച് കൊടുക്കാം. 2 കറിവേപ്പില ഇട്ട് കൊടുത്തേക്കാം. വറ്റൽമുളക് ഞാൻ അരയ്ക്കുന്നതിൽ ചേർത്തു, ഇതിലെടുത്തിട്ടില്ല. അത് പൊട്ടിക്കണമെങ്കിൽ ആ വറ്റൽമുളകും കൂടി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതും കൂടി അതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കൂ. ഇന്നത്തെ ഇവിടെ കറി അടി കൂടുതലാണ് കറിക്ക് വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണേ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ നാരങ്ങ തീയൽ എല്ലാവരും ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.